ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മത്തി മുളകും തേങ്ങയും അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ച് അതിൻ്റെ പുറകെ കടുകും ഇട്ട് ഉലുവായി ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും അരിഞ്ഞ് വെച്ച് അതിൻ്റെ അകത്തിട്ട് വഴിച്ച് വേണം. എന്നിട്ട് തേങ്ങയും മുളകും കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വഴന്ന് വന്നു. അപ്പോൾ തേങ്ങയും മുളകും കൂടെ അരച്ച് വെച്ചാൽ അത് നമ്മൾ ചേർത്ത് അത് പിന്നെയും വഴറ്റണം. ഇതിപ്പോൾ ഞാൻ പുളി ഇട്ടാണ് വെക്കുന്നത്, മാങ്ങ ഇട്ടല്ല വെക്കുന്നത്. മാങ്ങ ഇട്ട് വെച്ചാൽ ഒറ്റ നേരത്തേക്കല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ ഒരു ദിവസം. ഇത് 2 ദിവസം എടുക്കാൻ പറ്റുന്ന പോലെയാണ് വെക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അംഗസംഖ്യ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് 2 ദിവസം കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് നല്ലതായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച്, ഇനി വെള്ളത്തിന് ഉപ്പും ഇട്ട് പുളിയിട്ട് ഇനി അത് നല്ലതായിട്ട് തിളയ്ക്കണം. ഇത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ മത്തി ഇട്ട് ഇനി അത് അടുപ്പായിരുന്നു പറ്റട്ടെ. അത് നമ്മുടെ മത്തി നല്ലതായിട്ട് പറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇച്ചിരി രണ്ട് കരിയാപ്പില ഇട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ഓയിൽ ഒഴിച്ചാൽ അത്ര ടേസ്റ്റ് വരത്തില്ല. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് അടച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ കൂട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും.